ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുവരെ വന്ന സിനിമകളിൽ ഏറ്റവും വലിയ സിനിമയാണല്ലോ. ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴത്തെ ആദ്യ 2 ഷോകൾ പൂർത്തിയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് പ്രീസെയിൽ കളക്ഷനുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോഴത്തെ ചെങ്കൽ പൊളി അഭിപ്രായങ്ങൾ നേരിടുത്ത് തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇന്ന് സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ബുക്ക് മൈ ഷോ എടുക്കുന്നവർക്ക് ഒരൊറ്റ ടിക്കറ്റ് പോലും പല തിയേറ്ററുകളിലും കാണാനാവാത്ത സ്ഥിതിയാണ്. ഫാസ്റ്റ് ഫില്ലിംഗ് എന്നതിലുപരി സോൾഡ് ഔട്ട് ലെവൽ ബുക്കിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, നാളെ പോലും അടുത്ത 4 ദിവസങ്ങളിൽ പോലും വൻ ബുക്കിംഗ് ആണ്. ഫാസ്റ്റ് ഫില്ലിങ്ങിന് അപ്പുറമുള്ള ബുക്കിംഗ് എല്ലാം തന്നെയാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരാതിരുന്നിട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് മണിക്കൂറിൽ 20,000 25,000 റേഞ്ചിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ എമ്പുരാന്റെ അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. എമ്പുരാൻ എന്ന സിനിമയോടൊപ്പം ഇന്ന് മാർച്ച് 27-ാം തീയതി തന്നെ ആഴ്ചകൾക്ക് മുന്നേ തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണല്ലോ ചിയാൻ വിക്രം നായകനെത്തിയ വീരാധീര സൂരൻ. കേരളത്തിലടക്കം മികച്ച പ്രൊമോഷൻസ് എല്ലാം തന്നെ നടത്തിയ എമ്പുരാൻ എന്ന സിനിമയുടെ വമ്പൻ പ്രീസെല്ലാം തന്നെ കണ്ടിട്ട് പോലും റിലീസ് മാറ്റാതിരുന്ന വീരാധീര സൂരൻ എന്ന സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ കാരണം സിനിമയ്ക്ക് വന്നിരിക്കുന്ന ബാനാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രീമിയർ ഷോസ് നേരത്തെ ചാർട്ട് ചെയ്ത ഇന്ന് രാവിലെ 9 മണിക്ക് തമിഴ്നാട്ടിലെല്ലാം തന്നെ ആദ്യ ഷോ ആരംഭിക്കേണ്ടിരുന്ന സിനിമയ്ക്ക് ഇന്നലെ രാത്രിയോടെയായിരുന്നു ഒരു ബാൻ ഉത്തരവ് വന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് അടുത്ത വിധി വരുന്നതുവരെ സിനിമ റിലീസ് ചെയ്യരുത് എന്നായിരുന്നു നിർമ്മാതാക്കളോട് കോടതി ആവശ്യപ്പെട്ടത്. ഇപ്പോഴത്തെ ഡൽഹി ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം അടുത്ത 4 ആഴ്ചത്തേക്ക് സിനിമയുടെ റിലീസ് ബാൻ ചെയ്തിരിക്കുന്നുവെന്നാണ്. അങ്ങനെ അണിയറ പ്രവർത്തകരിലെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മികച്ച പ്രിവ്യൂ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്ന വീരാധീര സൂരന്റെ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ബാൻ കാരണം. എന്തായാലും വീരാധീര സൂരന്റെ റിലീസ് നേരത്തെ മാറ്റിവെച്ചിരുന്നെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് അത് കൂടുതൽ ഗുണകരമായിരുന്നു. കേരളത്തിലടക്കം ലിമിറ്റഡ് റിലീസാണ് വീരാധീര സൂരന് ലഭ്യമായതെങ്കിൽ പോലും ആ സ്ക്രീനുകൾ എമ്പുരാന് ലഭ്യമാകുന്നതോടെ മികച്ച കളക്ഷൻ നേരത്തെ തന്നെ വരേണ്ടിരുന്നതായിരുന്നു. ഇനി ആ സ്ക്രീനുകൾ എമ്പുരാന് തിരികെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.